ജീവിതം ഏറെ ഫലപ്രദമായി തീരുവാൻ ആവശ്യം ഭാവിയെക്കുറിച്ചുള്ള വ്യക്തതയാകുന്നു. അതെങ്ങനെ ഉണ്ടാകും? ചിന്തിക്കാം. ക്രിസ്തീയ ജീവിതത്തിലെ അതുല്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തി അറിയാതെ, അത് അനുഭവിക്കാതെ ആത്മീയ പാപ്പരത്വത്തിൽ കഴിയുന്നവരാണ് ക്രിസ്ത്യാനികളിൽ ഏറെയും. ക്രൂശ് മരണത്തിലും പുനരുത്ഥാനത്തിലും പര്യവസാനിക്കുന്ന ക്രിസ്തുവിൻ്റെ പീഡാനുഭവ സ്മരണ സഭ ഏറെ പ്രാധാന്യത്തോടെ വർഷാവർഷം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിലെ ആത്മീയ അർത്ഥം എത്രമാത്രം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ചിന്തിക്കുക. ഒരു ഈസ്റ്റർ ആരാധന കൊണ്ടോ ഒരു നോമ്പ് വീടുന്നത് കൊണ്ടോ കർത്താവിൻ്റെ ശാരീരികമായ ഉയർത്തെഴുന്നേൽപ്പ് നാം ഒതുക്കരുത്. അമൂല്യങ്ങളായ അനുഗ്രഹങ്ങൾ പലതും ആസ്വദിക്കാതെ ആചാരമായ വെറും ആഘോഷമായി തരം താഴ്ത്തുന്നതിനാൽ പാഴായിപ്പോകുന്നത് വിലമതിക്കാൻ കഴിയാത്ത ആത്മീയ ശക്തിയാകുന്നു. 2000 വർഷങ്ങൾക്കപ്പുറം നടന്ന ചരിത്ര സംഭവം എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ ഉപരി വർത്തമാനകാലത്തിൽ നമ്മിൽ സംഭവിക്കുന്ന ആത്മീയ യാഥാർത്ഥ്യമായി കണ്ട് അനുഭവമാക്കുമ്പോൾ മാത്രമേ പുനരുത്ഥാന ശക്തി നാം സ്വന്തമാക്കി അനുഗ്രഹീത ജീവിതം ജീവിക്കുവാൻ തുടങ്ങൂ. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ് വാഞ്ചിക്കുന്നത് അതിനായിട്ടായിരുന്നു. അവൻ പുനരുത്ഥാനത്തിൻ്റെ ശക്തി വളരെ വലുതാണെന്ന് പറയുന്നു. ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനം അവിടുത്തെ മാത്രമല്ല, എൻ്റെയും നിങ്ങളുടേതുമായി കണ്ട് അതിൽ വിശ്വസിക്കാത്തിടത്തോളം നമുക്കതുകൊണ്ട് പ്രയോജനമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ പഠനത്തോടുകൂടി കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖന പഠനം നാം അവസാനിപ്പിക്കുകയാണ്. ഒടുവിലത്തെ അധ്യായമാണിന്ന് പ്രധാനമായും നാം ചിന്തിക്കുവാൻ പോകുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 51 മുതൽ 16-ാം അധ്യായം മുഴുവനും നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുകയാണ്. ഭാഗമെടുത്താട്ട് 1 കൊരിന്ത്യർ 15-ന്റെ 51. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പുനരുത്ഥാനത്തെക്കുറിച്ച് അത്രേ സംസാരിക്കുന്നത്. ആദ്യം അവൻ സുവിശേഷത്തിൽ പുനരുത്ഥാനത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് സംസാരിച്ചു. തുടർന്ന് അനേകം സാക്ഷികളെ നിരത്തി പൗലോസ് പുനരുത്ഥാനത്തിൻ്റെ തെളിവുകൾ വ്യക്തമാക്കി. അതിനുശേഷം പുനരുത്ഥാനത്തിൻ്റെ സ്വയം പ്രകടനങ്ങളാണ് നാം കണ്ടത്. പിന്നീട് പുനരുത്ഥാനത്തിൻ്റെ കാര്യപരിപാടിയും ശൈലിയും, ഒടുവിലായി പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. 15-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യം മുതൽ ഇന്ന് നമുക്ക് പഠിക്കാം. ഇന്നത്തെ പഠനത്തോടുകൂടി നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം പഠിച്ച് തീർക്കാവുന്നതാണ്. 15-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യം ശ്രദ്ധിച്ചാട്ട്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. എന്താണ് ഒരു മർമ്മം? ഇതിനോടകം അനേകം പ്രാവശ്യം നാം ഒരുമിച്ച് ചിന്തിച്ചതാണ്. പഴയ നിയമകാലത്ത് വെളിപ്പെടുത്തിയിട്ടില്ലാത്തതും ഇപ്പോൾ വെളിപ്പെടുത്തുന്നതുമായ ഒരു സത്യം, പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയത്. കണ്ണുകൊണ്ട് കണ്ടിട്ടോ ചെവി കൊണ്ട് കേട്ടിട്ടോ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്ന എന്തെങ്കിലുമല്ല ഇതെന്നോർക്കുക. അതിലുപരി മനുഷ്യൻ ചിന്തിച്ചെടുത്തതെന്തെങ്കിലും അല്ല. ഇതൊരു വസ്തുതയാണ്. ആയത് ദൈവത്താൽ വെളിപ്പെടുത്തേണ്ടതത്രേ. പൗലോസ് ഇവിടെ പറയുവാൻ പോകുന്ന മർമ്മം എന്താണ്? 52-ാം വാക്യം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നാം എല്ലാവരും മരണവാതിലിൽ കൂടി കടന്നു പോകുകയില്ല, എന്നാൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. താങ്കൾ മരിച്ചാലും മരിച്ചില്ലെങ്കിലും നാം എല്ലാം രൂപാന്തരപ്പെടും. ചിലപ്പോൾ ആളുകൾ പറയുന്നത് കേൾക്കാൻ, കർത്താവിൻ്റെ വരവെങ്കിൽ ഞാൻ ജീവനോട് ഇരുന്നിരുന്നെങ്കിൽ എന്നാശിക്കുന്നു എന്ന്. എന്നിട്ട് അവർ നേരെ അവൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ സുഹൃത്തെ, അവൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നാം എല്ലാം രൂപാന്തരപ്പെടണം. രൂപാന്തരപ്പെടാതെ അവനെ കാണുവാൻ സാധ്യമല്ല. കർത്താവ് രണ്ടാമത് വരുമ്പോൾ വിശ്വാസികളിൽ ഒരു ഭാഗം നിദ്ര പ്രാപിച്ചവരും ഒരു ഭാഗം ജീവിച്ചിരിക്കുന്നവരുമായിരിക്കും. ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും. മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുന്നത് രൂപാന്തരം വഴിയാണ് എന്ന് തെളിയിക്കുന്നു.
കർത്താവ് വരുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ ചേർക്കപ്പെടുമെന്ന് മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് രൂപാന്തരം വഴിയാണെന്ന് ഇവിടെയാണ് തെളിയിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4:17 നാം കർത്താവ് വരുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ ചേർക്കപ്പെടുമെന്ന് വായിക്കുന്നു. പെട്ടെന്ന് സമയത്തിൻ്റെ ഏറ്റവും ചെറിയ അംശം അല്ലെങ്കിൽ വിഭജിക്കാൻ കഴിയുന്നതിൻ്റെ ഒടുവിലത്തെ ഘടകം എന്ന അർത്ഥത്തിലാണ് ഇവിടെ പെട്ടെന്ന് എന്നുപയോഗിച്ചിരിക്കുന്നത്. നാം രൂപാന്തരപ്പെടുന്നത് കണ്ണിമയ്ക്കുന്നിടയിൽ അത്രേ. അത് എത്ര നേരമെടുക്കും? കണ്ണിമയ്ക്കുന്നത് കൺപോളകൾ താഴോട്ട് പോകുമ്പോഴാണോ മുകളിലോട്ട് പോകുമ്പോഴാണോ? ഞാനിപ്പോൾ കണ്ണ് ഇമച്ചത് നിങ്ങൾ കണ്ടില്ലല്ലോ. പലർക്കും ഇപ്പോഴും പകുതി ഉറക്കത്തിൽ ആയിരിക്കുന്നതിനാൽ കണ്ണ് കാണുവാൻ സാധിക്കുന്നില്ല. തുറന്നിട്ടേ ഇല്ലെന്ന് തോന്നുന്നില്ലേ? ഏതായാലും കണ്ണ് ഇമയ്ക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ് ഒരു ഉപദേശം വേണ്ട. ഇവിടുത്തെ അർത്ഥം ഒറ്റ നിമിഷം കൊണ്ട്, അല്ലെങ്കിൽ പൊടുന്നനവേ എന്നൊക്കെയാണ്. ഇതാ അവൻ വരുന്നു, അല്ലെങ്കിൽ അവൻ വന്നു കഴിഞ്ഞു എന്നൊന്നും പറയുവാൻ പോലും സമയം കാണില്ല. അന്ത്യകാഹളത്തിങ്കൽ അതെന്താണ്? അത് അവൻ്റെ ശബ്ദമാകുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നത് 1-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഈ ശബ്ദം അവൻ്റെ ശബ്ദമാകുന്നു എന്നാണ്. അതുകൊണ്ട് അന്ത്യകാഹളം എന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശബ്ദമാകുന്നു. മനുഷ്യവർഗത്തെ ഒടുവിലായി വിളിക്കുന്ന ആ വിളിയിൽ കർത്താവ് മരിച്ചവരെ ജീവങ്കിലേക്ക് വിളിക്കും. അവൻ പറഞ്ഞത്, ലാസറേ പുറത്തു വരിക എന്നത്രേ. ഒരു ദിവസം അവൻ എൻ്റെ പേരും വിളിച്ച് അങ്ങനെ പറയും. അതെ, താങ്കളെയും പേര് വിളിച്ച് അവൻ കൂട്ടിച്ചേർക്കും. വിശ്വാസികളെ ചേർക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് ഓർക്കണം. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. 53-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഇത് തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. നാം ഇപ്പോൾ ആയിരിക്കുന്നത് പോലെ നമുക്ക് സ്വർഗത്തിൽ പോകുവാൻ സാധ്യമല്ല. നമുക്കുള്ള പഴയ ശരീരത്തോടെ നമുക്ക് സ്വർഗത്തിൽ പോകുവാൻ സാധ്യമല്ല. അവിടെ വാസ്തവത്തിൽ എന്താണ് ഉള്ളതെന്ന് കാണുവാനും അവിടുത്തെ സംഗീതവും ഒന്നും നമുക്ക് കേൾക്കുവാനും സാധ്യമല്ല. നമ്മുടെ ശരീരങ്ങൾ വളരെയേറെ പരിമിതികൾ ഉള്ളതാണ്. സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം നാം മിക്കവാറും ചെകിടന്മാരും അന്ധന്മാരുമാണ്. ഈ ഭൂമിയിലെ കാര്യങ്ങളാണെങ്കിൽ പോലും നാം എത്ര കുറച്ചാണ് കാണുന്നതും കേൾക്കുന്നതും. ഈ പഴയ ശരീരവുമായി അഥവാ നാം സ്വർഗത്തിൽ ചെന്നാൽ അവിടെ നടക്കുന്നതിൻ്റെ ഭൂരിഭാഗവും നമുക്ക് മനസ്സിലാകില്ല എന്നോർക്കണം. എന്നാൽ സുഹൃത്തെ, എൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഒന്നും തന്നെ നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ശരീരം കൊണ്ടുപോയാൽ അത് ഓർക്കുവാൻ കൂടി വയ്യ. അല്ല, ഈ ശരീരം കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും പോയാൽ തന്നെ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയാത്ത എത്രയെത്ര കാര്യങ്ങളുണ്ടല്ലേ. ഒരു സദ്യയ്ക്ക് പോയാൽ ഇന്ന് ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് വർജിക്കേണ്ടത്. ചിലർക്ക് മധുരം വേണ്ട, പിന്നെ കുറേ പേർക്ക് എണ്ണ വേണ്ട, ഉപ്പ് വേണ്ടാത്ത വേറൊരു വിഭാഗം, എരി വേണ്ടാത്തവരും ധാരാളം, ഇറച്ചി കഴിക്കാത്തവർ ഒരു കോണിൽ, മീൻ കഴിക്കാത്തവർ വേറൊരു കോണിൽ. എന്നാൽ ആ നിത്യതയിൽ ചെല്ലുമ്പോൾ എനിക്കായി ഒരുക്കിയിരിക്കുന്ന ഒരനുഗ്രഹവും നഷ്ടപ്പെടുത്തുവാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് എനിക്കൊരു പുതിയ ശരീരം ആവശ്യമാണ്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. അതെ, സകല വേദനകളും വൈകല്യങ്ങളും നീങ്ങിയ അവസ്ഥ, പാപമയമായ ഈ ശരീരത്തിൽ നിന്നും വിടുതൽ ലഭിച്ച അവസ്ഥ. 54-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഇതത്രേ പുനരുത്ഥാനത്തിൻ്റെ വിജയം. എബ്രായ ഭാഷയിൽ സദാകാലത്തേക്കും വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 55 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് 57 വരെ ഞാൻ വായിക്കാം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എത്ര മഹത്വകരമായ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമല്ലേ. മരണത്തിന് അതിൻ്റെ വിഷമുള്ള നഷ്ടപ്പെട്ടു. കാരണം നാം മരണത്തിനപ്പുറം നോക്കേണ്ടവരാണ്. നിത്യതയുടെ വിശാലമായ ഭാഗങ്ങൾ തുറന്നു കാട്ടുന്ന ഒരു വാതിൽ മാത്രമാണ് മരണം. മരണത്തെ വെല്ലുവിളിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ശവക്കുഴി വിജയിക്കുമെന്ന് തോന്നാം. വളരെയേറെ മിടുക്കന്മാരായിരുന്ന എല്ലാ രംഗത്തും വിജയിച്ചിരുന്ന അനേകരും മരണത്തോട് തോൽവി സമ്മതിച്ചു. മരണം അവരെ കീഴടക്കി. എത്രയെത്ര രാഷ്ട്രീയ നേതാക്കന്മാർ, ലോകത്തെ കിടുകിട വിറപ്പിച്ചവർ ഒടുവിൽ വിറച്ചുകൊണ്ട് മരണത്തോട് തോൽവി സമ്മതിച്ച് കീഴടങ്ങി. അവർ ഉയരങ്ങളിലേക്ക് കയറിയതാണ്.
കുതിച്ചു കുതിച്ചു കയറിയതാണ്. എന്നാൽ മരണം അവരുടെ മേൽ നടന്നു കയറി വിജയം അവകാശപ്പെട്ടു. മരണം ഭയാനകമായൊരു രാക്ഷസനാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വാദിയും പറഞ്ഞ് രക്ഷപ്പെടുക സാധ്യമല്ല. എന്നാൽ ക്രിസ്തു ആ വഴിയായി നടന്നു വന്നവനാണ്, മരണം വഴിയായി. നിയമപ്പെട്ടകം യോർദാൻ നദിയിലൂടെ മറുകരയിലേക്ക് കൊണ്ടുപോയതുപോലെ ക്രിസ്തു മരണജലത്തിലൂടെ എനിക്ക് വേണ്ടി നടന്ന് മറുകര കയറിയവനാണ്. അവൻ എന്നോട് പറയുന്നത്, ഞാൻ നിൻ്റെ ഇടയനാക്കുന്നു. ഈ ജീവിതത്തിലൂടെ മാത്രമല്ല ഞാൻ നിന്നെ നയിക്കുന്നതെന്ന് ഓർക്കണം. പിന്നെയോ ഞാൻ നിന്നെ മരണത്തിൻ്റെ ആഴിയിലൂടെയും നയിക്കുവാൻ പോവുകയാണ്. അങ്ങനെ നിന്നെ ഞാൻ നിത്യതയിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഒരു ചെറിയ കുട്ടിയെപ്പോലെ ഞാൻ ആകെ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ എൻ്റെ കരങ്ങൾ അവൻ്റെ തുളയ്ക്കപ്പെട്ട കരങ്ങളിലേക്ക് വെക്കും. അവൻ എൻ്റെ കരം പിടിച്ച് എന്നെ മറുകരയെത്തിക്കും. ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? ഒരു ദൈവപൈതൽ ഒരിക്കലും മരണത്തെ ഭയപ്പെടേണ്ടതില്ല. മരണത്തിന് നമ്മോട് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. നമ്മോട് കൂടെയുള്ളവൻ ശക്തനാണ്. അവൻ്റെ കരങ്ങളിൽ നിന്നും നമ്മെ പിടിച്ചു പറിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. മരണത്തിൻ്റെ വിഷമുള്ള പാപമെന്ന് നാം വായിച്ചു. അതെ, വാസ്തവത്തിൽ കുത്തുവാൻ മുള്ളുകൊണ്ട് നടക്കുന്നത് പാപമാകുന്നു. പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നാം പാപികളാണെന്ന് നമ്മെ കാണിക്കുന്നത് ന്യായപ്രമാണമാകുന്ന കണ്ണാടിയത്രേ. എന്നിട്ട് പൗലോസ് പറയുകയാണ്, എന്നാൽ നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എങ്ങനെ? അതെ, നാം മിടുക്കരായതിനാൽ, നാം കൗശലക്കാരായതിനാൽ, കഴിവുള്ളവരായതിനാൽ, അങ്ങനെയായിരുന്നെങ്കിൽ നാം ഒന്നും കാണുകയില്ലായിരുന്നു സുഹൃത്തെ. ഇവിടെ വിജയം കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. അവർ കുഞ്ഞാടിൻ്റെ രക്തത്താൽ സാത്താനെ വിജയിച്ചവരാകുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ നാം കാണുന്നു. അതെ, വിജയിക്കുവാനുള്ള ഒരേ ഒരു മാർഗം അത് മാത്രമാണ്. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ വിജയം സാധ്യമല്ല. ഒടുവിലത്തെ വാക്യം നോക്കിക്കാട്ടെ, 58 വാക്യം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. ഈ വാക്യം 1 അധ്യായത്തിൻ്റെ 9 വാക്യത്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതോർക്കുന്നുണ്ടോ? തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. എന്നെ അവൻ്റെ പുത്രൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. സകലവും നമുക്കുള്ളതെന്ന് പൗലോസ് ഈ ലേഖനത്തിൽ നമ്മോട് പറഞ്ഞതാണ്. പൗലോസും കേഫാവും അപ്പൊല്ലോസും ലോകവും ജീവനും മരണവും ഇപ്പോഴുള്ളതും വരുവാനുള്ളതും എല്ലാം നമ്മുടേത്. നാം ക്രിസ്തുവിനുള്ളവരും. ജീവിതം നമുക്കുള്ളതാണ്. അതെ, ജീവിതം എനിക്ക് ആസ്വദിക്കണം. മരണം നമുക്കുള്ളതാണ്. മരണത്തെ ജയിച്ച ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നാം ഇതിലെല്ലാം പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഉപസംഹാരമല്ലേ? നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞു നാം ചെയ്യുന്നത്, അതെ, കർത്താവിൽ നാം ചെയ്യുന്നത് ഒന്നും വ്യർത്ഥമല്ല. അതിനൊക്കെ പ്രതിഫലമുണ്ട്. ഒരുപക്ഷെ ലോകം നോക്കുമ്പോൾ മരണം ചില വിശുദ്ധന്മാരെ കീഴടക്കി എന്ന് വന്നേക്കാം. ലോകം നോക്കുമ്പോൾ ചില വൈകല്യങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട്, ചില ജീവിതത്തിൻ്റെതായ പരിമിതികളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് നാം കഴിവില്ലാത്തവരെന്ന് ലോകം ചിന്തിച്ചേക്കാം. എന്നാൽ ദൈവവചനം പറയുന്നു, അല്ല, നാം വളരെയധികം ശക്തരാകുന്നു. മരണത്തെപ്പോലും വെല്ലുവിളിക്കുവാൻ ശക്തരാണെന്ന്. ഈ 15 അധ്യായത്തിൻ്റെ ഉപസംഹാരം എത്ര മനോഹരമാണല്ലേ? താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഇനി നാം 16 അധ്യായത്തിലേക്കും കൂടി കടന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഈ ലേഖനത്തിൻ്റെ ഒടുവിലത്തെ അധ്യായമാണല്ലോ 16 അധ്യായം. ഈ 16 അധ്യായത്തിൽ നാം പല പിരിവിൻ്റെ കാര്യങ്ങളാണ് കാണുന്നത്. ഒന്നാമത്, പൗലോസ് യെരുശലേമിലുള്ള പാവപ്പെട്ട വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ധർമ്മശേഖരത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം അവൻ വേറെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. അവൻ അവസരങ്ങളെക്കുറിച്ചും എതിർപ്പുകളെക്കുറിച്ചും സംസാരിക്കും.
പിന്നെ കാത്തിരിക്കുന്നതിനെക്കുറിച്ചും പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും സഭയുടെ പെരുമാറ്റങ്ങളെക്കുറിച്ചും ഉപദേശത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ഉപദേശത്തെ പരിശോധിക്കുന്നതും ഒടുവിൽ സഭയെ സംബന്ധിക്കുന്ന കാര്യങ്ങളും മൊത്തത്തിലുള്ള സഭയാണ് ഇവിടുത്തെ വിഷയം. ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നു. ആദ്യത്തെ 4 വാക്യങ്ങൾ ധർമ്മശേഖരണവും 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളും, അതെ, പൗലോസ് തൻ്റെ വ്യക്തിപരമായ കാര്യപരിപാടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും 10 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പല ആളുകളെക്കുറിച്ചും പറയുന്നു. കൊരിന്തിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളെക്കുറിച്ച് സംസാരിക്കുന്നു. നമുക്ക് 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കാം. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഒരു ധർമ്മശേഖരം നടത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും മഹത്വമേറിയ ഉപദേശമാകുന്ന പുനരുദ്ധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തതിന് ശേഷം പൗലോസ് നമ്മോട് ഇപ്രകാരം പറയുമെന്നാണോ താങ്കൾ ചിന്തിച്ചത്? അതായത്, സഹോദരന്മാരെ, നാം ഉയരത്തിൽ സ്വർഗസ്ഥലങ്ങളിലാണ് ഇപ്പോൾ, അതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ അങ്ങിരുന്ന് സന്തോഷിക്കാം. നിങ്ങളങ്ങനെ പൗലോസ് പറയുമെന്ന് ചിന്തിച്ചാൽ ആകെ തെറ്റി. അവൻ നാം ആയിരിക്കുന്ന ഈ ഭൂമിയിൽ തന്നെ ആയിരിക്കുവാൻ വേണ്ട ഗുണദോഷങ്ങളാണ് തരുന്നത്. നാം വളരെ താണിങ്ങി വന്നു എന്ന് കാണുവാൻ സാധിക്കും. യെരുശലേമിലുള്ള പാവപ്പെട്ട വിശുദ്ധന്മാർക്കായി ഒരു ധർമ്മശേഖരം നടത്തുന്നതിനെക്കുറിച്ച് പൗലോസ് സംസാരിക്കുന്നു. വളരെ ഭക്തിയുള്ള എന്ന് ചിന്തിക്കുന്ന പലരും പറയാറുണ്ട്, നിങ്ങൾ ഒരു പണപ്പിരിവിനെക്കുറിച്ചൊന്നും പറയരുത്, അത് വെറും വസ്തുമയമായ കാര്യമാണ്, നിങ്ങൾ ആത്മിക കാര്യങ്ങൾ മാത്രമേ പറയാവൂ. ഈ പറയുന്നത് പോലെ ഞാനും ചിന്തിച്ചിരുന്നു കേട്ടോ. എന്നാൽ ദൈവവചനം പഠിച്ചപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ മടിക്കുന്നവർ സാധാരണ ഈ വിഷയം തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായി കാണുന്നു. പൗലോസ് ക്രിസ്തീയ ദാനത്തിന് ഒരു മാതൃക പറഞ്ഞു തരുവാൻ പോകുകയാണ്. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗം അത്രേ ഇത്. 2-ാം വാക്യം, ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരതിച്ച് തൻ്റെ പക്കൽ വെച്ചുകൊള്ളണം. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിനാൽ ഞായറാഴ്ച കൂടുകയാണെങ്കിൽ മാത്രമേ സ്തോത്രകാഴ്ച എടുക്കാവൂ എന്നർത്ഥമില്ല. പുതിയ നിയമസഭ കൂടി വന്നിരുന്നത് ഞായറാഴ്ചയായിരുന്നെന്ന് മാത്രം. നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരതിച്ച് തൻ്റെ പക്കൽ വെച്ചുകൊള്ളണം. പൗലോസ് ഇവിടെ ദശാംശത്തെക്കുറിച്ചോ സ്തോത്രകാഴ്ചയെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. തനിക്ക് കഴിവുള്ളത്, അഥവാ ദൈവം അവനവനെ അഭിവൃദ്ധിപ്പെടുത്തിയതിനനുസരിച്ച്. ഇതത്ര പുതിയ നിയമ പ്രമാണം. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഒരു വിശ്വാസി എത്ര കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്, അതായത് ദശാംശം. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം നോക്കുന്നത് ഒരു വിശ്വാസി തനിക്കായി തന്നെ എത്ര നീക്കിവെക്കുന്നു എന്നത്രേ. അനേകരും ദശാംശം കൊടുത്ത് സംതൃപ്തരായിരിക്കുകയാണ്. ഇപ്പോൾ സ്വർഗത്തിലങ്ങ് പോകും, വലിയ പ്രതിഫലം കിട്ടുമെന്ന് കണ്ടിരിക്കുകയാണ്. അല്ല, അത്രയെങ്കിലും ആകട്ടെ എന്നായിരിക്കും, അത് സാരമില്ല. എന്നാൽ ഈ ദശാംശം കൊടുത്തിട്ട് ദൈവത്തെ പൂർണ്ണമായും അനുസരിക്കുന്നു എന്ന് ചിന്തിക്കാതിരുന്നാൽ മാത്രം മതി സുഹൃത്തെ. വളരെ ധനികനായ ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചു, ഞാൻ എന്താ ഈ ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് പ്രസംഗിക്കാത്തതെന്ന്. അയാൾ വലിയ ബിസിനസ്സുകാരനായിരുന്നു. ഞാൻ അയാളോട് ചോദിച്ചു, എന്തുകൊണ്ട് ഞാൻ ദശാംശത്തെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന്. അയാളുടെ മറുപടി, അതല്ലേ തിരുവചനപ്രകാരമുള്ള കൊടുക്കൽ. അത് ഞാൻ സമ്മതിച്ചു. എന്നാൽ അത് പഴയ നിയമം അനുസരിച്ചുള്ള പ്രമാണമാണ്. എന്നാൽ ഈ കൃപയുടെ കീഴിൽ ദശാംശമാകുന്നു ദൈവഹിതപ്രകാരമുള്ള കൊടുക്കൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് അയാളുടെ സംശയം തീർക്കുവാൻ ഞാൻ ഈ വാക്യത്തിലേക്ക് അയാളെ ക്ഷണിച്ചു. ദൈവം അവനെ അഭിവൃദ്ധിപ്പെടുത്തിയതിനനുസരിച്ച് ദശാംശം പോലും കൊടുക്കുവാൻ കഴിവില്ലാത്തവരുണ്ട്. എന്നാൽ വളരെയേറെ കൊടുക്കുവാൻ കഴിവുള്ളവർ ദശാംശം കൊടുത്തിട്ട് തങ്ങളുടെ പങ്ക് നിറവേറ്റി എന്ന് പറഞ്ഞ് ഒതുങ്ങുന്നുണ്ട്. ദൈവം താങ്കളെ അഭിവൃദ്ധിപ്പെടുത്തിയതിനനുസരിച്ച് താങ്കൾ ദൈവനാമത്തിനായി, ദൈവവേലയ്ക്കായി നൽകുന്നുണ്ടോ? ഇതിന് ഒരു ഉപാധിയും പറഞ്ഞ് മാറി നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല. 16-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നത്, ഞാൻ എത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം യെരുശലേമിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടുകൂടെ അയക്കും. ഞാനും പോകുവാൻ തക്കവണ്ണം അത് യോഗ്യമായിരുന്നാൽ അവർക്ക് എന്നോടുകൂടി പോരാം. ഒരു കമ്മിറ്റി തന്നോടുകൂടെ യെരുശലേമിലേക്ക് ഈ ധർമ്മശേഖരവുമായി വരേണ്ടതാണെന്ന് പൗലോസ് അഭിപ്രായപ്പെടുന്നു. ഇതുപോലുള്ള കാര്യങ്ങളിൽ, പണം ഇടപാടുകളിൽ ഒന്നിൽ അധികം പേർ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരൊറ്റ വ്യക്തിയെ മാത്രം പണം മുഴുവൻ ഏൽപ്പിക്കുന്നത് അപകടകരം ആകുന്നു. ഒരുവൻ മാത്രമാണെങ്കിൽ മോഷ്ടിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അതിനുള്ള പരീക്ഷ വെറുതെ ഉണ്ടാകേണ്ടതില്ലല്ലോ. പൗലോസ്
വളരെ പ്രായോഗികമായുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നാം ഇനിയും വ്യക്തിപരമായുള്ള ചില പരാമർശങ്ങൾ കൂടി കാണുന്നു. 5-6 വാക്യങ്ങളിൽ ഞാൻ പോകുന്നിടത്തേക്ക് എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് പോകുന്നതെന്ന് പൗലോസിന് അറിയില്ലായിരുന്നു. താൻ എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളതിൻ്റെ വ്യക്തമായൊരു രൂപരേഖ ഈ വലിയ അപ്പസ്തോലിന് ദൈവം നൽകിയിരുന്നു. അതനുസരിച്ചാണ് പൗലോസ് പോയിരുന്നത് എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. അവൻ പറയുന്നത് ദൈവം അവനെ അങ്ങനെ നയിക്കുകയായിരുന്നു എന്നത്രേ. അടുത്ത പടി എന്തെന്നറിയാൻ പാടില്ലാത്ത മഹത്വകരമായ അവസ്ഥയിലാണ് പൗലോസ് ആയിരിക്കുന്നത്. എന്താണ് ഇനിയും ചെയ്യേണ്ടത് എന്നതിൽ അവൻ ഒരു നിശ്ചയവും പലപ്പോഴും ഉണ്ടായിരുന്നില്ല. ഇതൊരു വലിയ സംതൃപ്തി എനിക്ക് നൽകുന്നു. കാരണം എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്കും നിശ്ചയമില്ല. അതായത് നാളെ എന്താണ് ചെയ്യുവാൻ എന്നുള്ളതിനെക്കുറിച്ച്. ഇന്നേക്ക് 5 വർഷത്തിന് ശേഷം തങ്ങൾ എവിടെയാണ് പോകുന്നത്, എന്താണ് വ്യക്തമായും ചെയ്യുവാൻ പോകുന്നതെന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് എന്നോട് പറയുന്ന അനേക സുവിശേഷ പ്രവർത്തകരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പൗലോസിനെ ഓരോ ദിവസം ദൈവം നയിക്കുകയായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് തന്നെ സകല പ്ലാനുകളും മാറ്റിയത് നമുക്കറിയാമല്ലോ. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്ന, കർത്താവ് അനുവദിച്ചാൽ കുറേ കാലം നിങ്ങളോടുകൂടെ പാർപ്പാൻ ആശിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കടന്നു പോകും വഴിയിൽ അല്ല നിങ്ങളെ കാണുവാൻ ഇച്ഛിക്കുന്നത്. താൻ കൊരിന്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവം അനുവദിക്കുമെങ്കിൽ മാത്രമേ താൻ അത് ചെയ്യൂ എന്ന് പൗലോസ് പറയുന്നു. നമുക്ക് നമ്മുടെ പ്ലാനുകളും പദ്ധതികളും അല്ലേ കൂടുതലും. തീർച്ചയായും നാം ഓരോ ദിവസവും ശരിക്ക് പ്ലാൻ ചെയ്യണം. എന്നാൽ അവ ദൈവഹിതത്തിനനുസരിച്ച് മാത്രമേ ആകാവൂ. ഞാൻ ഉദ്ദേശിച്ചത് ദൈവഹിതത്തിൽ നിന്നും വ്യതിചലിക്കാതെ നാം മുൻപോട്ട് പോകണമെന്നത്രേ. ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ കാര്യപരിപാടികൾ രൂപപ്പെടുത്തുവാൻ നാം തയ്യാറായിരിക്കണം. ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ദൈവം നയിക്കുവാനായി അവൻ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവഹിതപ്രകാരമാണ് നയിക്കപ്പെടുന്നതെങ്കിൽ ഏതൊരു സാഹചര്യവും സന്തുഷ്ടമായിരിക്കും. ഇതായിരുന്നു പൗലോസിൻ്റെ സ്ഥിതി. അവൻ അടുത്ത വാക്യത്തിൽ പറയുന്നത്, 8-ാം വാക്യം, എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും. അതായിരുന്നു അവൻ്റെ പ്ലാൻ. 9-ാം വാക്യത്തിൽ, എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തോട് ചേർത്ത് ഞാൻ ചിന്തിക്കുന്ന ഒരു മഹത്തായ വാക്യമാണിത്. അവിടെ ഫിലദൽഫിയയിലെ സഭയോട് പറയുമ്പോൾ, ഇതാ ഞാൻ നിൻ്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ദൈവം എനിക്ക് തന്നിട്ടുള്ള ശുശ്രൂഷയിലും ഈ 2 വാക്യങ്ങൾ വാസ്തവമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്ന് വളരെയേറെ എതിർപ്പുണ്ട് എന്നുള്ളതും സത്യമാണ്. ദൈവവചനത്തിനായി നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെയേറെ ശത്രുക്കളുണ്ടാകും. ഈ കാര്യം സംശയമന്യേ പറയുവാൻ സാധിക്കും. എന്നാൽ ദൈവം വാതിൽ തുറന്നാൽ അത് അടയ്ക്കുവാൻ ആരാലും സാധ്യമല്ല. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. പൗലോസ് എത്രമാത്രം സന്തുഷ്ടനാണെന്ന് കാണുക. അതെ, ദൈവഹിതത്തിൽ സന്തോഷിക്കുക. കൊരിന്തിലേക്ക് പോകുവാൻ ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ പോകും. തുടർന്ന് നാം ഏതാനും വ്യക്തികളെയാണ് കാണുവാൻ പോകുന്നത്. കൊരിന്തിലെ തെരുക്കളിലൂടെ നടന്നതായ വ്യക്തികളാണ് ഇവരൊക്കെ. വളരെ മ്ലേച്ഛത നിറഞ്ഞൊരു പട്ടണമായിരുന്നു കൊരിന്ത്. അസാൻമാർഗിക നടപടികൾക്ക് കേൾവികേട്ട സ്ഥലം. ഇന്നത്തെ തലമുറയ്ക്ക് അറിയാവുന്നതിൽ കൂടുതൽ അവിഹിത ലൈംഗിക ബന്ധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. എന്നിട്ടും കർത്താവിനെ വ്യക്തിപരമായി അറിയാവുന്നവരും അവനു വേണ്ടി ജീവിതം മാറ്റിവെച്ചവരുമായ അനേക വിശുദ്ധന്മാർ അവിടെ ഉണ്ടായിരുന്നു. ലോകത്തിൻ്റെ മാലിന്യങ്ങൾ ഏശാതെ അവർ അവിടെ ജീവിച്ചു. 10-11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവൻ ഇവിടെ തിമോത്തിയോസിനെ കുറിച്ച് പറയുന്നു. എന്തിനാണ് ആരെങ്കിലും തിമോത്തിയോസിനെ അലക്ഷ്യമാക്കുന്നത്? അവൻ യൗവനക്കാരനായതിനാൽ അവർ അവനെ അംഗീകരിക്കാതെ വന്നാലോ എന്ന് പൗലോസ് ചിന്തിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. 12-ാം വാക്യത്തിൽ വരുമ്പോൾ അപ്പൊല്ലോസിനെയും പത്രോസിനെയും പറഞ്ഞ് കൊരിന്ത് സഭയിൽ ഭിന്നതയുണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കണം. എന്നാൽ പൗലോസ് അപ്പൊല്ലോസിനെ സ്നേഹിച്ചു. തങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സേവിക്കുകയാകുന്നു എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. വേറൊരു സമയത്ത് അപ്പൊല്ലോസ് അവരെ സന്ദർശിക്കുമെന്ന് പൗലോസ് പറയുന്നു. 13-14 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ വാക്കുകൾ ഇന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ളതാകുന്നു എന്ന് തോന്നുമില്ലേ? ഞാൻ വായിക്കാം. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാൺപീൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. ഓരോന്നും നാം പ്രാവർത്തികമാക്കുന്നുവെങ്കിൽ എത്ര അനുഗ്രഹമാണ്. 15-16 വാക്യങ്ങളിൽ നാം കാണുന്നത്, സഹോദരന്മാരെ, സ്തെഫനാസിൻ്റെ കുടുംബം അഖായയിലെ ആദ്യ ഫലമെന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇങ്ങനെയുള്ളവർക്കും അവരോടുകൂടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവനും നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എത്ര നല്ല മാതൃക! ഈ ജനം വിശുദ്ധന്മാരുടെ ആ കൂട്ടത്തിലായിരുന്നു.
അവർ തങ്ങളെ തന്നെ അതിനു വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. ഒരു വലിയ ശുശ്രൂഷ തന്നെയാണ് ഇവിടെ നാം കാണുന്നത്. അവരെ ശുശ്രൂഷിക്കുവാൻ വരുന്നവർക്ക് അവർ എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനവും നൽകി. 17-ാം വാക്യത്തിൽ നാം കാണുമ്പോൾ അവിടെ വായിക്കുന്നത്, സ്തെഫനാസും ഫോർത്തനാത്തോസും അഖായിക്കോസും വന്നത് എനിക്ക് സന്തോഷമായി. നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നത് അവർ നികത്തിയിരിക്കുന്നു. കൊരിന്തിയിലെ സഭയിൽ നിന്നുള്ള കത്ത് പൗലോസിന് കൊണ്ടുപോയി കൊടുത്തവർ ഇവർ ആയിരിക്കാനാണ് സാധ്യത. ഈ 3 പേരും വളരെ അനുഗ്രഹീതരാകുന്നു എന്ന് പൗലോസ് കൊരിന്തിലുള്ള ജനങ്ങളോട് പറയുന്നു. അവർ മൊത്തം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. എത്ര മനോഹരമായിട്ടുള്ള ഒരു ലേഖനമല്ലേ? ഏറെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്ത ഒരു ലേഖനമായിരുന്നല്ലോ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം. എങ്കിലും വളരെയേറെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നായി അത് തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങൾ ഈ പഠനം അതിൻ്റേതായ അർത്ഥത്തിൽ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അതെ, നാം ഒക്കെ അനുവർത്തിക്കേണ്ടതായ, മിക്കവാറും ജീവിതങ്ങളിൽ തിരുത്തേണ്ടതായ പല കാര്യങ്ങളും പൗലോസ് ഈ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. തീർച്ചയായും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് തുടർന്നും ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ. പഠിച്ച പാഠങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിൽ ബൈബിൾ വായിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുവാൻ മടിക്കരുത്. ഇന്നത്തെ പഠനം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. വരുന്ന ക്ലാസ്സിൽ നാം വേറൊരു പുസ്തകത്തിൻ്റെ പഠനവുമായിട്ട് ആരംഭിക്കുകയാണ്. അത് ഏതാണെന്ന് ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾ തയ്യാറായി വന്നാട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമൃദ്ധിയായി ദൈവകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.